الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസവും അവൻ്റെ റഹ്മത്തുമെല്ലാം ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പല സഹോദരങ്ങളുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല അവൻ്റെ റഹ്മത്തായ കാരുണ്യമായ മഴ നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യത്ത് ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് ഉള്ളത്. നമ്മുടെ നാടിൻ്റെ നിർഭയത്വവും സമാധാനാന്തരീക്ഷവും നിലനിർത്താൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും അല്ലാഹു തആല നമുക്ക് നൽകി നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിലെ 21-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. പൊതുവെ ഒരു വെക്കേഷൻ സമയത്താണ് നമ്മുടെ മക്കളൊക്കെ ഉള്ളത്. സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അവധിയായി ഒഴിവുള്ള ഒരു സമയത്താണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഒഴിവ് എന്നത് പ്രത്യേകമായ നിഅമത്താണ് എന്ന് ഹദീസുകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. നിഅമതാനി മഖ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്. നബി തങ്ങൾ പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ
അധികം ആളുകളും വഞ്ചനയിൽ പെട്ടുപോകുന്ന രണ്ട് നിഅമത്താണത്. അതിൽ ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ് എന്നാണ്. അതോടൊപ്പം മക്കളുടെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പല കോഴ്സുകളും പുതിയ സ്ഥാപനങ്ങളുമൊക്കെ അന്വേഷിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം കൂടിയാണ്. ചെറിയ പ്രായം മുതൽ 2-3 വയസ്സ് മുതൽ ഇന്ന് ഔദ്യോഗികമായ വിദ്യാഭ്യാസം നൽകി തുടങ്ങുന്നു നമ്മളൊക്കെ. ഒരു സ്കൂൾ പൂർത്തിയാക്കി മറ്റൊരു സ്കൂളിലേക്ക് മാറുന്ന സമയമാണ്. ഒരു കോഴ്സ് കഴിഞ്ഞ് ഇനി ഏത് കോഴ്സിലേക്ക് പോകണമെന്ന് വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന സന്ദർഭമാണ്. വ്യത്യസ്തമായ കോഴ്സുകളെയും വ്യത്യസ്തമായ സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും പത്രങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ധാരാളമായ പരസ്യങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏത് കോഴ്സ് പഠിച്ചാലാണ് ഏറ്റവും സുരക്ഷിതമായ ജീവിതം ദുനിയാവിൽ ഉണ്ടാവുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്, ചിന്തിക്കേണ്ടതുമാണ്. അതിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ അനിവാര്യമായും നമുക്ക് രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച വ്യത്യസ്തമായ അമാനത്തുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു അമാനത്താണ് മക്കൾ എന്നത്. റബ്ബ് ഏൽപ്പിച്ച വലിയൊരു അമാനത്ത്, വലിയൊരു ഉത്തരവാദിത്വം. അതാണ് യഥാർത്ഥത്തിൽ സന്താനങ്ങൾ. അസ്വബിയ്യു അമാനത്തുൻ ഇൻദ വാലിദൈഹി എന്നാണ്. ഒരു കുട്ടി എന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്താണ് സന്താനങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല ചിലർക്ക് മക്കളെ നൽകുന്നു, ചിലർക്ക് മക്കളില്ലാതെ അല്ലാഹു തആല പരീക്ഷിക്കുന്നു. ചിലർക്ക് ആൺമക്കൾ നൽകുന്നു, പെൺമക്കൾ നൽകുന്നു. ആണും പെണ്ണും ഇടകലർത്തി റബ്ബ് നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, ചിലരെ അല്ലാഹു തആല വന്ധ്യരാക്കി മക്കളില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിൽ ചില പാഠങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കല്ല അതിലൊന്നും പ്രത്യേകിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നർത്ഥം. അപ്പം റബ്ബ് ഏൽപ്പിച്ച മക്കളെന്നത് അതൊരു അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താണ്. അവിടെ കൽബാവട്ടെ വഖൽബുഹു അത്വാഹിർ ജൗഹറത്തുൻ നഫീസ, അവരുടെ ശുദ്ധമായ പരിശുദ്ധമായ കൽബ്, മനസ്സ് അങ്ങേയറ്റം വിലപിടിപ്പുള്ള അമൂല്യമായ ഒരു നിധി കൂടിയാണ് ആ കൽബ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തു നൽകണമെന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. നല്ല വഴിയിലേക്ക് മക്കളെ വിട്ടാൽ ആ കൽബിൽ നന്മകൾ നിറയുന്നു. ദുഷിച്ച വഴിയിലേക്ക് ആ മക്കളെ നാം പറഞ്ഞയച്ചാൽ ആ കൽബിൽ തിന്മകളും തോന്നിവാസങ്ങളും നിറയുന്നു. അതുകൊണ്ട് ആ മക്കൾ ഏതു വഴിക്ക് പോയാലും ശരി, അതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ് എന്നാണ് യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് പ്രമാണങ്ങൾ നൽകുന്ന അധ്യാപനവും. അതുകൊണ്ടായിരിക്കാം വിശ്വാസികളെ പ്രാർത്ഥന അല്ലാഹു തആല പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ കാണാം, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഖുർറത്തു ഐൻ, കൺകുളിർമ പ്രദാനം ചെയ്യണേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാ എന്നാണ്. മുത്തഖീങ്ങളെ നേതാക്കന്മാരാക്കി, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാവുന്നവരാക്കി, മുത്തഖീങ്ങളെ ഇമാമീങ്ങളാക്കി എന്നെയും എൻ്റെ മക്കളെയും നീ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ശരിയായ വിശ്വാസി എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പരിചയപ്പെടുത്തിയത്. ഒരു മുഅ്മിന് ഏറ്റവും വലിയ ഖുർറത്തു ഐൻ, ഏറ്റവും വലിയ കൺകുളിർമ സ്വാലിഹായ സന്താനങ്ങൾ തന്നെയാണ്. തൻ്റെ മക്കൾ സ്വാലിഹായി വളരുക, തൻ്റെ മക്കൾ റബ്ബിനെ ഭയപ്പെടുക, തൻ്റെ മക്കൾ ഈമാൻ്റെ വഴിയിൽ ഉണ്ടാവുക, അവർ സ്വർഗാവകാശികളായി മാറുക. അതിനേക്കാളും വലിയ കൺകുളിർമ ഒരു വിശ്വാസിക്ക് മറ്റെന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത്? ആ രംഗത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും
മക്കൾ നട്ടക്കാരായി മാറാൻ നിമിത്തമായി മാറാറുമുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നത് കാണാം, വകം മിൻ അഷ്ഖാ വലദഹു വഫില്ലത കബ്രിഹി ഫിദ്ദുനിയാ വൽ ആഖിറ. വകം മിമ്മൻ അഷ്ഖാ, തൻ്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നട്ടക്കാരാക്കി മാറ്റിയ എത്രയെത്ര മാതാപിതാക്കളാണ് ഉള്ളത്. ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി, ആ മക്കളെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട്, ആവശ്യമായ അദബുകൾ മക്കൾക്ക് നൽകാത്തത് കൊണ്ട്, അവൻ തിന്മയിൽ സഹായിച്ചത് കൊണ്ട്, അവന് ജീവിതത്തിൽ അടുക്കും ചിട്ടയും നൽകാത്തത് കൊണ്ട് ആ മക്കളെ ദുനിയാവിലും നഷ്ടപ്പെട്ടു, ആഖിറത്തും നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുത്തിയ എത്രയെത്ര മാതാപിതാക്കളുണ്ട്. എന്നാൽ അവൻ്റെ ധാരണയാവട്ടെ, അവൻ തൻ്റെ മക്കളെ അവൻ പരിഗണിക്കുന്നുവെന്നാണ് അവൻ ധരിക്കുന്നത്. യഥാർത്ഥത്തിലോ ആ മക്കളെ അവൻ അവഗണിച്ചവനാണ്. അവൻ്റെ ധാരണ, എൻ്റെ മക്കളോട് ഞാൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, എൻ്റെ മക്കളോട് ഇഷ്ടമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ആവശ്യപ്പെട്ടതെല്ലാം നൽകുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളോട് മാന്യമായി നല്ല നിലയ്ക്ക് വർത്തിക്കുന്നുവെന്നാണ് ആ മാതാപിതാക്കൾ ധാരണ. എന്നാൽ അവൻ ചെയ്യുന്നതാവട്ടെ യഥാർത്ഥത്തിൽ ദുൽമാണ്, അന്യായമാണ്, അക്രമമാണ് ആ മക്കളോട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ മക്കളെ കൊണ്ട് അവനുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. അവസാനം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വാചകം കാണാം, വൈദ തബർതൽ ഫസാദ ഫിൽ ഔലാദി റഅയ്ത ആമതഹു മിൻ ഖിബലിൽ ആബാ. ഏതൊക്കെ മക്കൾ നാശമായി പോകുന്നുണ്ടോ അതെല്ലാം പരിശോധിച്ചാൽ നിനക്ക് കാണാൻ കഴിയുക അതെല്ലാം കാരണക്കാർ പിതാക്കന്മാരാണ്, മാതാപിതാക്കളാണ് എന്ന് കാണാനാകുമെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ അല്ലാഹു തആല ഏൽപ്പിച്ചത് തന്നെയാണല്ലോ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വന്തം ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. അതുമാത്രമല്ല വഅഹ്ലീകും, നിങ്ങൾ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൻ്റെ ഇന്ധനം ജനങ്ങളാണ്. വൽ ഹിജാറ, കല്ലുകളാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കഠിനന്മാരായ മലക്കുകളാണ് ആ നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ളത്. റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പന അപ്പടി ശിരസാവഹിക്കുന്ന, എതിർ പ്രവർത്തിക്കാത്ത, പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുന്ന മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽക്കാർ. ആ കാവൽക്കാരുള്ള നരകം അതിൽ ഇന്ധനമാകട്ടെ, വഖൂദ് ഇന്ധനമാകട്ടെ മനുഷ്യരും കല്ലുകളുമാണ്. ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ കാക്കണേ. അതുമാത്രം പോരാ, ഖു അൻഫുസകും വഅഹ്ലീകും, നിങ്ങളെ കുടുംബത്തെ കൂടി നിങ്ങൾ സംരക്ഷിക്കണേ. അഥവാ ഭാര്യമാരെ, മക്കളെ കൂടി ആ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് ഇത്തരം വെക്കേഷനുകൾ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ദീനിയായ പാഠങ്ങളെ പകർന്നു കൊടുക്കാൻ കൂടി വിനിയോഗിക്കാൻ പറ്റും. എന്നും അവർക്ക് പഠനമാണ്, തിരക്കാണ്, പരീക്ഷയാണ്. ചില കോഴ്സിൽ ചേർന്നാൽ പിന്നെ നിസ്കരിക്കാൻ പോലും സമയമില്ല, ജുമുഅ പോലുമില്ല. പല കോഴ്സും അന്യ നാടുകളിൽ പോയി, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് പോയി മാസാമാസം ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ആ മകനെ, ആ മകളെ 2, 3, 4, 5 കൊല്ലം പഠിപ്പിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ പേരിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചില അടയാളങ്ങൾ ചേർക്കാൻ കഴിയുമെന്നല്ലാതെ അതിനപ്പുറത്ത് നഷ്ടങ്ങൾ മാത്രമായിരിക്കാം അതുകൊണ്ടുണ്ടാവുക. ആ പഠിക്കാൻ ചേർത്ത ആ ഹോസ്റ്റലിൽ, ആ ക്യാമ്പസിൽ എൻ്റെ മക്കളുടെ ദീനിയായ അന്തരീക്ഷം എന്താണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. പല പ്രദേശത്തും കൊണ്ടുപോയി ചേർത്തിപ്പോന്നാൽ പിന്നെ നിസ്കാരം പോലുമില്ല. ആണും പെണ്ണും ഒന്നാകെ കൂത്താടി എല്ലാ സംസ്കാരവും തകർന്നടിഞ്ഞ് അവസാനം ഒരു വലിയ സർട്ടിഫിക്കറ്റും വാങ്ങി പോകുന്നത് കൊണ്ട് മാത്രം എന്തു നേടുമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. സഹോദരങ്ങൾ, തിരിച്ചറിവ് ആ രംഗത്തുണ്ടാവേണ്ടതുണ്ട്. പഠിപ്പിക്കേണ്ടതില്ല എന്നല്ല, പഠിപ്പിക്കണം. സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആളുകൾ ഉണ്ടാകണം.
യോഗ്യതയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, എല്ലാ രംഗത്തും കഴിവുള്ളവർ, ദീനീ ബോധമുള്ളവരിൽ നിന്ന് ഉണ്ടായി വരണം. സമൂഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ ദീൻ തകർത്തുകൊണ്ട്, മതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തു നേടിയാലും നേട്ടമല്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇവന്റെ ധാരണ മക്കളോട് കാരുണ്യം കാണിച്ചുവെന്നാണ്. യഥാർത്ഥത്തിലോ വഖദ് ളലമഹു, അവൻ ചെയ്ത ദുൽമാണ് എന്നാണ്. അല്ലാഹ് നമ്മളെ ഏൽപ്പിച്ച പരിശുദ്ധരായ ഈ മക്കളെ, ഒന്നുമറിയാത്ത ശുദ്ധമായ ഖൽബിന്റെ ഉടമകളായ ആ മക്കളെ ഏതു വഴിക്ക് വിടണമെന്ന് നമ്മുടെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ട് അതൊന്നും പരിഗണിക്കാതെ ഭൗതികമായ കാര്യങ്ങളെ മാത്രം നോക്കി ആ വഴിക്ക് മാത്രം വിട്ട് അവസാനം ദുനിയാവും നഷ്ടമായി പരലോകവും നഷ്ടമായി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിക്കൂടാ. ഒന്നാമതായി വിശ്വാസരംഗത്ത് മക്കൾ കൃത്യമായ സംരക്ഷണം നാം നൽകേണ്ടതുണ്ട്. തൗഹീദിന്റെ കാര്യത്തിൽ കണിശമായ അധ്യാപനം ചെറിയ പ്രായം മുതൽ നൽകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ മാതൃകാ പിതാവാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങളെ അല്ലാഹ് പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമത്തെ ഉപദേശം അതാണല്ലോ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. മോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. തീർച്ചയായും ശിർക്ക് വമ്പിച്ച അപരാധമാണ്. ലദുൽമുൻ അളീം, വലിയ ദുൽമാണ് ശിർക്ക് എന്ന് ഉപദേശിക്കുന്ന മകൻ ബാപ്പയെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹിനോടുള്ള ബാധ്യത, റബ്ബിനോടുള്ള കടപ്പാടുകളെ മക്കൾക്ക് ചെറിയ പ്രായം മുതൽ പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. വലിയ വലിയ പ്രായമായിട്ട് പിന്നെ എൻ്റെ മകൻ പറഞ്ഞു കേൾക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, നിങ്ങളത് ഉപദേശിക്കുമോ എന്നും ചോദിച്ച മക്കളെയും കൂട്ടി വരാൻ സമയം ചോദിക്കുന്ന പല രക്ഷിതാക്കളുമുണ്ട്. ആ ഉപദേശം കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ചെറിയ പ്രായത്തിൽ തന്നെ 7-ാം വയസ്സിൽ നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞു. 7-ാം വയസ്സിൽ നിസ്കാരം അവർക്ക് ബാധ്യതയില്ലല്ലോ, നിർബന്ധമില്ലല്ലോ. എന്നിട്ട് പോലും മുറു അബ്നാഅക്കും ബിസ്സലാം വഹും അബ്നാഉം 7 സിനീൻ, 7 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങളെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൽപ്പിക്കണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ അടിക്കാൻ കൂടി പറഞ്ഞു. 10 വയസ്സിലും മക്കൾക്ക് നിസ്കാരം നിർബന്ധമില്ല. എന്നിട്ട് പോലും ആ നിർബന്ധമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് 10-ാം വയസ്സിൽ അടിക്കാൻ പറഞ്ഞത്? അങ്ങനെ ശീലിപ്പിച്ചെങ്കിലേ നിർബന്ധമാകുന്ന സമയത്ത് അവർ ആ വഴിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അതല്ലാതെ ആ പ്രായത്തിൽ ആ ബോധമൊന്നുമില്ല. സ്കൂളിൽ പോയ മക്കള് ളുഹ്ർ നിസ്കരിക്കുന്നുണ്ടോ ചോദിക്കാറില്ല. പലരും ചേർക്കുന്ന സ്കൂളിൽ ളുഹ്ർ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, അതിന് സമീപത്തെങ്കിലും സൗകര്യമുണ്ടോ, സാഹചര്യം ഒരുക്കാറുണ്ടോ, മക്കൾക്ക് അതേക്കുറിച്ച് ബോധം നൽകാറുണ്ടോ? അതൊന്നും ആലോചിക്കാതെ കേവലം ഗ്രേഡുകളും A+ നോക്കി നിലവാരം നോക്കി മാത്രം സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ നഷ്ടം ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് കൂടിയാകുമെന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അതേപോലെ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രത്യേകമായ ശിക്ഷണം ചെറിയ പ്രായം മുതൽ നൽകേണ്ടതുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം 2-ാമത്തെ ഉപദേശം അതാണല്ലോ, വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാപിതാക്കളെ കാര്യത്തിലുള്ള വസയ്യത്തുകളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ചെറിയ പ്രായത്തിലെ ഉമ്മയെക്കുറിച്ച് വാപ്പയെക്കുറിച്ച് ആ മക്കൾക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട്. ആ സംസ്കാരം പകർന്നു നൽകേണ്ടതുണ്ട്. അതല്ലാതെ പ്രായമായതിനു ശേഷം മക്കൾ പരിഗണിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട വളർത്തിയത് എന്ന ആവരാതി കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹ് കാണുന്നുവെന്ന, അള്ളാഹു നിരീക്ഷിക്കുന്നുവെന്ന ആ ബോധം മക്കൾക്കുണ്ടാക്കി കൊടുക്കണം. വിശിഷ്യ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മക്കൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒരുപക്ഷെ നമുക്ക് പോലും പിടുത്തം കിട്ടാത്ത തരത്തിലാണ് മക്കൾക്ക് കൈകളിൽ അവയെല്ലാം ലഭ്യമായിരിക്കുന്നത്. റബ്ബിനെ പേടിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങൾ പ്രധാനപ്പെട്ട ഒന്നതാണല്ലോ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, നീ ചെയ്യുന്ന കാര്യം എത്ര സൂക്ഷ്മമാണെങ്കിലും ശരി, എത്ര ചെറിയ കാര്യമാവട്ടെ, ഒരു കടകമണിയോളം ചെറിയ കാര്യമാണ് നീ ചെയ്യുന്നതെങ്കിലും ഫതകും ഫീ സഖറ, ഏതെങ്കിലും പാറക്കുള്ളിൽ ചെന്നാണ് നീ ചെയ്യുന്നത്, ഔ ഫിസ് സമാവാതി, അല്ലെങ്കിൽ ആകാശലോകത്താണ് നീ ചെയ്യുന്നത്, ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഉള്ളിൽ ചെന്ന്, ഒരു കോണിൽ ചെന്നുകൊണ്ടാണ് നീ ചെയ്യുന്നത്. ഒരാളും കാണുന്നില്ല,
ഒരാളും അറിയുന്നില്ല, നോക്കാൻ ആരുമില്ല, നിരീക്ഷിക്കാൻ ആരുമില്ല. എന്നാലും ശരി, മോനെ അല്ലാഹു തആല അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു ലത്തീഫാണ്, അവൻ ഖബീറാണ് എന്ന ബോധം പകർന്നു നൽകിയ പിതാവിനെ അല്ലാഹു തആല മാതൃകയായി നമുക്ക് സൂറത്തുൽ ഖുർആനിൽ പരിചയപ്പെടുത്തി. നമ്മുടെ മക്കൾക്ക് ആ ബോധം നൽകാൻ കഴിയണം. ആരും നോക്കാനില്ലെങ്കിലും ശ്രദ്ധിക്കാൻ ആരുമില്ലെങ്കിലും ഒരാളും കാണാത്തതാണെങ്കിലും മോനെ അല്ല കാണുന്നുണ്ട്, റബ്ബെല്ലാം അറിയുന്നുണ്ട്. അല്ല ലത്തീഫാണ്, അല്ല ഖബീറാണ്, അല്ല ഹക്കീമാണ്, അല്ല സമീആണ്, അല്ല ബസീറാണ്. എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ്, അഗാധജ്ഞനാണ് എന്ന ആ ബോധം മക്കൾക്ക് ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ മാതാപിതാക്കളുടെ ബാധ്യതയായി തന്നെയാണ് പഠിപ്പിക്കുന്നത്. എത്രത്തോളം വെച്ചാൽ സ്വഭാവ സംസ്കാരത്തിൽ പോലും ആ മാതാപിതാക്കളുടെ ഇടപെടൽ വേണമെന്നാണല്ലോ സൂറത്തുൽ ഖുർആനിലെ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നത്. ആ വാപ്പാന്റെ ഉപദേശങ്ങളിൽ നമുക്കറിയാവുന്ന വചനമാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ. മോനെ, ജനങ്ങൾക്ക് നേരെ നീ കവിള് കോട്ടാൻ പാടില്ല. പുച്ഛത്തോടെ അഹങ്കാരത്തോടെ ഒരാളെയും വകവെക്കാതെ എല്ലാവർക്കും മുന്നിലും മുഖം ചൊളിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല മോനെ. നീ നാട്ടിലൂടെ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കാൻ പാടില്ല മോനെ. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുക ഇല്ല എന്നാണ്. എൻ്റെ നടത്തം പോലും മിതമായിട്ടാവണം. മോനെ, നടത്തം പോലും ഒരു മാന്യമായ നടത്തമാകണം. ചവിട്ടി മരിച്ച് ആരെയും വകവെക്കാത്ത നടത്തമല്ല മോനെ നീ നടക്കേണ്ടത്. ശബ്ദം നീ മിതമായ ശബ്ദമാക്കണം. ഭയങ്കര ശബ്ദകോലാഹലമായി എല്ലാവർക്കും നേരെയും കൊടിച്ചു ചാടുന്ന, ഉമ്മയെയും ബാപ്പയെയും വകവെക്കാത്ത, ആരോടും ഒച്ചയിട്ട് സംസാരിക്കുന്ന ആ സംസാരം അല്ല മോനെ നിനക്ക് വേണ്ടത്. കാരണം വലിയ ശബ്ദം എന്നത്, വെറുപ്പുണ്ടാക്കുന്ന ശബ്ദം എന്നത് കഴുതയുടെ ശബ്ദമാണ് മോനെ. ആ ശബ്ദമല്ല വേണ്ടത്. ഇങ്ങനെ തുടങ്ങി ഒരു വാപ്പ നൽകേണ്ട എല്ലാ ഉപദേശങ്ങളെയും സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയെങ്കിൽ അയൽപക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, മറ്റുള്ള ആളുകളെ സഹായിക്കേണ്ട കടപ്പാടുകൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, രാജ്യത്തുള്ള കടമകൾ തുടങ്ങി എല്ലാ രംഗത്തും മക്കൾക്ക് നൽകേണ്ടതെല്ലാം ചെറിയ പ്രായത്തിൽ നൽകിയെങ്കിലേ ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമായി മാറുകയും ഖുർറത്തു ഐനായി മാറുകയും റബ്ബേൽപ്പിച്ച അമാനത്ത് നിർവഹിച്ചവരായി നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതൊന്നും നിർവഹിക്കാതെ അവർക്കെല്ലാം ഭൗതികമായ സൗകര്യങ്ങൾ നൽകി, ഇഷ്ടം പോലെ പണം നൽകി, നമ്മുടെ നിലവാരത്തിൽ ഒപ്പിച്ച് നമ്മുടെ അഹങ്കാരത്തിനും പ്രതാപത്തിനും യോജിക്കുന്ന സ്ഥാപനവും ക്യാമ്പസും തെരഞ്ഞെടുത്തു, എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊടുത്തു, മറ്റൊന്നും ചോദിച്ചില്ല. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, തൗഹീദ് പറഞ്ഞിട്ടില്ല, നിസ്കാരം പറഞ്ഞിട്ടില്ല, അതേപോലെ സ്വഭാവ സംസ്കാരത്തിൽ ഇടപെട്ടിട്ടില്ല, ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പള്ളികളിലേക്ക് പോലും നമ്മളെ കൂടെ മക്കൾ വരാറില്ല, മദ്രസാ വിദ്യാഭ്യാസം നൽകിയിട്ടില്ല, ദീനു പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ മക്കൾ നമുക്കെതിരായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ഒഴിവ് സമയമുണ്ട്. ഇപ്പോൾ ഈ ഒഴിവ് കേവലം വിനോദങ്ങളും കളിയും തമാശയും മാത്രമാക്കി മാറ്റാതെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ട ദീനീ ബോധങ്ങളെ പകർന്നു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുക. ധാരാളം സംവിധാനമുണ്ട്. CRE പോലെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠന സംവിധാനങ്ങൾ മുതൽ ഈ വെക്കേഷന് പ്രത്യേകമായ ക്യാമ്പുകൾ നമ്മുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പുകൾ. അവിടെയൊക്കെ നമ്മുടെ മക്കൾ കൂടി പോകട്ടെ, പള്ളികളുമായി കുറച്ച് ബന്ധമുണ്ടാകട്ടെ, ദീനിയായ ഉപദേശങ്ങൾ മക്കൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ ആ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ നാം കാണുക. ഒരു നിലക്കും ദീൻ സംരക്ഷിക്കാൻ പറ്റാത്ത ക്യാമ്പസ് ആണെങ്കിൽ അത്തരം ക്യാമ്പസുകൾ വേണ്ടാതെ തീരുമാനിക്കുക. ഒരു പക്ഷേ സെലക്ട് ചെയ്ത കോഴ്സിന് അത്തരം ക്യാമ്പസ് ലഭ്യമുള്ളൂ എങ്കിൽ വേണ്ട, ആ കോഴ്സ് മാറ്റിപ്പിടിക്കാം. ആ കോഴ്സ് പൂർത്തിയായെങ്കിലേ എല്ലാം ആകൂ എന്ന് വിചാരിക്കേണ്ട. വർഷങ്ങൾ പഠിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് അവസാനം സർട്ടിഫിക്കറ്റ് വാങ്ങും മുമ്പ് ആ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എന്തു നേടാനാണ് നമുക്ക് സാധിക്കുക? അതുകൊണ്ട് എൻ്റെ മകൻ്റെ ദീന് നഷ്ടമാകുന്നൊരു കോഴ്സും ക്യാമ്പസും ആവശ്യമില്ല. അത് സംരക്ഷിക്കുന്നിടത്ത് മാത്രമേ അവൻ പഠിക്കേണ്ടതുള്ളൂ. ഒരു പക്ഷെ വിചാരിച്ച കോഴ്സിന് ചേർക്കാൻ പറ്റില്ലായിരിക്കാം.
തിരഞ്ഞെടുത്ത സ്ഥാപനം നമുക്ക് അനുയോജ്യമല്ലായിരിക്കാം, അവിടേക്ക് ശ്രദ്ധ ഉണ്ടാവണം. വിശിഷ്യ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏതെങ്കിലും അന്യ നാട്ടിൽ പോയി ഒരു ശ്രദ്ധയുമില്ലാത്ത ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങൾ, അന്യ രാജ്യങ്ങളിൽ പോലും അവർക്ക് പോയി താമസിക്കുന്ന, വർഷങ്ങളോളം യാതൊരു ശ്രദ്ധയുമില്ലാതെ അവിടെ കഴിഞ്ഞുകൂടി തിരിച്ചു പോരുമ്പോൾ ഒന്നുമില്ലാത്തവരായി, നമ്മുടെ കൂടി പരലോകം നഷ്ടമാകുന്ന, നമ്മുടെ കൂടി സ്വർഗം നഷ്ടപ്പെടുന്നവരായി ആ മക്കളെ കൊണ്ട് മാറുമെന്നത് നാം ഗൗരവമായി കാണണം. അല്ലാഹു തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ രംഗത്തും അതീവ ജാഗ്രത പാലിക്കേണ്ടുന്ന ജീവിത ചുറ്റുപാടിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വഴിക്ക് തിരിഞ്ഞാലും ഫിത്നകളും ഫസാദുകളും നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ, സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ, ജാഗ്രതകൾ നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട് ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് ഉള്ളത്. ഒന്നാം ഘട്ടം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ എന്നത്. ഇലക്ഷൻ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ കാവലിൽ വലിയൊരു പങ്ക് നമ്മുടെ വോട്ടവകാശം തന്നെയാണ്. എന്തു ത്യാഗം സഹിച്ചും ആ രംഗത്ത് നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന നിർഭയത്വം, സമാധാനം, മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആണിക്കല്ലുകൾ അത് തകർക്കാനും ഇളക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്ക് എതിരായി തന്നെ തീർച്ചയായും ആ ഒരു വോട്ടവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നത് മതപരമായി കൂടി നാം നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഇലക്ഷൻ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം. അതോടൊപ്പം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയി എന്ന കാരണത്താൽ നമുക്ക് ആ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ബോധമുണ്ടാവണം. ജുമുഅ നടക്കണം, അതോടൊപ്പം ഇലക്ഷനിലും ഭാഗമാക്കാവണം. അവസാനത്തേക്ക് വെക്കാതെ ആദ്യ സമയങ്ങളിൽ തന്നെ നമ്മുടെ സമ്മതിദാനാവകാശം കൃത്യമായി നിർവഹിച്ച് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇടപെടൽ ആ രംഗത്ത് ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു സമാധാനം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ, മുൻ ഒരുക്കങ്ങൾ നേരത്തെ നാം നടത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള പല ഉദ്യോഗസ്ഥന്മാരും സ്വാഭാവികം ഈ കൂട്ടത്തൊക്കെ ഉണ്ടാകും. വെള്ളിയാഴ്ചയാണ്, ഒരുപക്ഷെ ജുമുഅ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്നാലും രാജ്യത്തിൻ്റെ ഒരു കാവൽക്കാരാകാൻ ഉണ്ടാകുന്ന സാഹചര്യം എന്നൊക്കെ തന്നെ ദീനിയായി അവർക്കവിടെ ഇളവുണ്ട് എന്ന് തിരിച്ചറിയുകയും എന്നാൽ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുക. ളുഹറും അസ്റും അവർക്ക് നിർബന്ധമാണ്. ജുമുഅയ്ക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ, അനുകൂലമാണെങ്കിൽ ആ ജുമുഅയിൽ പങ്കെടുക്കണം. അതല്ല, സാഹചര്യം അനുകൂലമല്ല, ഒരിക്കലും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല എങ്കിൽ അവർ ളുഹറും അസ്റുമാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഓരോന്നിനും പോകാൻ കഴിയില്ല എങ്കിൽ അവർക്ക് ജംആയും നിസ്കരിക്കാം. ളുഹറും അസ്റും ഒന്നിച്ച് ളുഹറിൻ്റെ സമയത്ത് ജംആക്കി 4 നിസ്കരിക്കാം. അല്ലെങ്കിൽ അസ്റിൻ്റെ സമയത്ത് ജംആക്കി 4 ആ സമയത്ത് നിസ്കരിക്കാം എന്നുകൂടി ആ ഒരു ദീനിയായ ആ ഭാഗം അവർ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഇതിൻ്റെ അസ്ബാബുകളിൽപ്പെട്ട, നിമിത്തങ്ങളിൽപ്പെട്ട ഒരു നിമിത്തം തന്നെയാണ്. റബ്ബിനാണ് എല്ലാം തീരുമാനിക്കുന്നത്. അധികാരം നൽകുന്നതും അധികാരം ഒഴിവാക്കുന്നതും അല്ലാഹു തആല തന്നെയാണ്. മാലിക്കുൽ മുൽക്ക് അല്ലാഹയാണ്.
തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് നീ ആധിപത്യത്തെ എടുത്തൊഴിവാക്കുന്നു എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. ആത്മാർത്ഥമായി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാം നിർഭയത്വത്തിന് വേണ്ടി ഒക്കെയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്താണെങ്കിലും എല്ലാ രംഗത്തും വിശ്വാസിക്ക് ചില കാഴ്ചപ്പാടുകൾ അനിവാര്യമായും ഉണ്ടാകണം. അതല്ലാതെ കേവലമായ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ താൽക്കാലികമായ അജണ്ടകൾക്ക് വേണ്ടിയോ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒന്നാം ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ ഈ ഒഴിവ് സമയങ്ങളെ പരമാവധി ദീനിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളും പ്രത്യേകമായി ശ്രദ്ധിക്കുക. റമദാൻ്റെ ഭാഗമായി നമ്മുടെ പല പഠന സംരംഭങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഖുർആൻ ക്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയുമാണ് നമ്മുടെ ഈ പള്ളിയിൽ സുബഹിക്ക് ശേഷം ഖുർആൻ പഠിക്കാൻ അവസരമുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് ക്ലാസ് പുനരാരംഭിക്കും. നേരത്തെ ക്ലാസ് കൃത്യമായി വന്നിരുന്ന പല ആളുകളും പല കാലങ്ങൾ ഇടയ്ക്ക് വെച്ചൊക്കെ ക്ലാസ്സുകൾ മുടങ്ങിയവരുണ്ട്. അവർക്കൊക്കെ രണ്ടാമത് വന്ന് ചേരാൻ പറ്റിയ സമയമാണ് നാളെ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ സമയം നമ്മുടെ പള്ളിയിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാകും. നാളെ തന്നെ മുടങ്ങാതെ വരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിസ്സാരമായ കാര്യങ്ങളിലാണ് പലരും പിന്നീട് ക്ലാസ്സൊക്കെ നിർത്തിപ്പോയത്. ഏതായിരുന്നാലും അതൊക്കെ പുനരാരംഭിക്കാൻ ഈ സമയം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. നാളെ ക്ലാസ് ഉണ്ടാകും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെയുള്ള പഠന സംരംഭങ്ങൾ എല്ലാം നമുക്ക് പുനരാരംഭിക്കേണ്ടതുണ്ട്. ദഅ്വ രംഗത്ത് നമ്മുടെ ബാധ്യത നാം നിർവഹിക്കേണ്ടതുണ്ട്. അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, സദാചാരം കൽപ്പിക്കലും ദുരാചാരം വിലക്കലും സാമൂഹ്യമായ ദീനീയായ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതൊക്കെ നാം നിർവഹിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നന്മകളിൽ മുന്നേറി നല്ല മനുഷ്യമായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. ലോകത്തിൻ്റെ പല ഭാഗത്തും പലതരത്തിൽ പ്രയാസപ്പെടുന്ന എമ്പാടും ആളുകൾ, വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ പല ഭാഗത്തും ശക്തമായ മഴ വന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നാം പത്രമാധ്യമങ്ങളുടെയും മറ്റുമൊക്കെ അറിഞ്ഞു. നമ്മുടെ പല സഹോദരങ്ങൾക്കും പല പ്രയാസങ്ങളും ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.